ദിവസം കഴിഞ്ഞു. മമ്മി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഗ്രേസ്, ഗ്രേസിക്കുട്ടി കോഫി ഇട്ടായിരുന്നോ? ഇല്ലേ? എന്നാ ഞാൻ വിട്ടിട്ട് വരാം. കോഫി ഒട്ടി? കോഫി എനിക്ക് വേണ്ടട്ടാ, നിങ്ങൾ ഇട്ട് കുടിച്ചോ. എന്നാ പപ്പയ്ക്ക് വേണം ചോദിച്ചു കൂടെ. പപ്പ എവിടെ പോയി? പപ്പ കാലത്ത് പോയതാ. ജനസേവനം എത്തിക്കാണില്ല, വന്നിട്ടുണ്ടാവില്ല. എന്നാ ഞാൻ പോയി കാപ്പി ഇട്ടിട്ട് വരാം. ഇതെന്താ ഇല്ലട്ടോ, പ്രിയപ്പെട്ട സാറമ്മയ്ക്ക്. പ്രിയപ്പെട്ട സാറാമ്മയ്ക്ക്, ജീവിതം യൗവനതീക്ഷണവും ഹൃദയപ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും നിന്നോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. നീയോ ഗാഢമായി ഇതെനിക്ക് മനസ്സിലായി. എന്ത് സംഭവം? ഇന്നലെ പറഞ്ഞില്ലേ പ്രേമലേഖനം, ശരിയാണല്ലോ. ഇതിപ്പോ ലവ് ലെറ്ററാ? എടോ കള്ള, അപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? ഞാൻ ഇത് ചുമ്മാ നമ്മളെ കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. റൊമാൻറ്റിക് സാർ ആർക്കോ കൊടുക്കാൻ പറ്റാതെ എഴുതി വെച്ചു. അതെ അതെ, ഇത് കണ്ടിട്ടേ നല്ല വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചിലപ്പോ സ്കൂൾ ടൈമിൽ എഴുതിയതായിരിക്കും. കണ്ടോ നമുക്ക്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ബഷീറിന്റെ പ്രേമലേഖനം. ഇത് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കായിരുന്നു. ലെറ്ററും ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ വിഷയം ഉണ്ടാകും. സൂക്ഷിച്ചു വെച്ചോ. എവിടെ ഇരുന്ന് അവിടെ തന്നെ കൊണ്ടുവച്ചോ അല്ലേ? പണ്ടങ്ങോട്ട് ബുക്ക് എടുത്ത് വെച്ച് ഞാൻ കളിച്ച് പനത്തുന്ന ഒരു റോസാപ്പൂ ഉണക്കൊള്ളുകൾ ഇങ്ങനെ ഇരിക്കണം. റോസാപ്പൂ അതായത് വീണ് പൊട്ടിപ്പോയി. പപ്പ നീ ആഴ്ച വെച്ചിട്ടെടുത്ത് ഞാൻ അങ്ങനെ വെച്ചിരുന്ന എടുത്ത് വർഷത്തെ എന്നു പറയുമ്പോൾ നിനക്കെടുത്ത് കളിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു വമ്പ വിപ്ലവം ഒരു റോസാപ്പൂ വീണ്. അതെ, ഒരു റോസാപ്പൂന്ന് എത്ര സിമ്പിൾ ആയിട്ട് ടോം പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് കിട്ടിയ ചൈൽഡ്ഹുഡിൽ കിട്ടിയ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം ആയിരിക്കുമല്ലോ. അത് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കുമല്ലോ. അത് നമ്മുടെ പെർമിഷൻ, അത് ഒരാൾ വന്ന് എടുത്ത് അത് നശിപ്പിച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ? ദേഷ്യം വരും. എനിക്ക് പണ്ട് ഇതൊരു മണക്കണ പേന ഒരു പെണ്ണ് തന്നായിരുന്നു, ശ്രീകുട്ടി. ഞാൻ കുറെ നാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. മണക്കണ പേനെ സാധാരണ പെർഫ്യൂം ഇല്ലേ മണക്കുന്നത്? പേന എങ്ങനെ മണക്കും? അത് നിനക്കറിയൂടാ. എഴുതുമ്പോ മണക്കണം ഇങ്ങുള്ളൊരു പേനുണ്ട്. ഈ ശ്രീകുട്ടി ആരാ? അതിൻ്റെ ഒരു പണ്ട് പഠിച്ച ശ്രീകുട്ടി. എപ്പം എത്രാം ക്ലാസ്സിൽ പഠിച്ചത്? എത്രാം ക്ലാസ്സിൽ പഠിച്ചത്? 10ാം ക്ലാസ്സിൽ. നിങ്ങൾ എന്തിനാ അവള് 10ാം ക്ലാസ്സിൽ തന്ന പേന ഇത്രയും വർഷങ്ങളായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം? സൂക്ഷിക്കേണ്ട കാര്യം അത് ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അതെവിടെ ഇരിക്കുന്നു? എവിടെയോ ഇരിക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ദാ വരുന്നേ. 10ാം ക്ലാസ്സിൽ തന്ന ശ്രീകുട്ടിയുടെ പേന അങ്ങാർക്ക് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കാമല്ലോ. ചായ നിങ്ങൾ പിന്നെ കുടിച്ചാൽ മതി. എൻ്റെ പൊന്നു മമ്മി, ഈ ആണുങ്ങളെന്ന് പറയുന്ന വർഗത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കണ്ടോ ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ തോണ്ടി എടുക്കുമ്പോൾ ഇളകി വരുന്നത്. ഇന്നിവിടെ ഒരു വിപ്ലവം ഉണ്ടാകും. ഈ ശ്രീകുട്ടി ആരാന്ന് എനിക്ക് ഇന്ന് തന്നെ അറിയണം. മമ്മി എന്താ വരുന്നേ? ടോമേ, ശ്രീകുട്ടിയുടെ